ഇപ്പോഴത്തെ മെത്രാൻ ഒരു മലയാളി തന്നെയാണ്, വർഗീസ് തോട്ടങ്കര. അദ്ദേഹം വറ്റിക്കാൻ ഡിപ്ലോമാറ്റിക്കിലായിരുന്നു. അവിടുന്ന് ഇപ്പോൾ ബാലസോർ മെത്രാനാണ്. അദ്ദേഹവുമായിട്ട് ഞാൻ ഇന്ന് രാവിലെ സംസാരിച്ചു. അവിടെ ജോലി ചെയ്യുന്ന 2 മലയാളി അച്ഛന്മാർ, ഒരു ഫാദർ ലിജോ പാലക്കാരനാണ്, ഫാദർ ജോജോ അദ്ദേഹം തൃശ്ശൂർക്കാരനാണ്. അദ്ദേഹമായിട്ട് ഇന്നലെ രാത്രി ഞാൻ സംസാരിച്ചായിരുന്നു. തൃശ്ശൂർക്കാരനായതുകൊണ്ട് പ്രത്യേകിച്ച് ജോർജ് വൈദ്യക്കാരൻ. അപ്പോൾ എന്താണ് ഉണ്ടായതെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ ഈ ഫാദർ ലിജോയും ഫാദർ ജോജോയും 2 സിസ്റ്റേഴ്സും, പിന്നെ അവർക്കൊരു കാറ്റഗിസ്റ്റ് ഉണ്ട്. അവർ മതബോധനം നടത്തും. ഒരു കാറ്റഗിസ്റ്റ് അവർക്ക് മുമ്പേ ബൈക്കിന് ഈ ജാലേശ്വർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് അവിടുത്തെ വികാരിയാണ് ലിജോ. അവിടേക്ക് അവിടുത്തെ പ്രയർ സർവീസിന് കുർബാനയ്ക്കൊക്കെ ആയിട്ട് പോവുകയാണ്. സാധാരണ അവർ 5 മണിയോട് കൂടിയാണ് ചെയ്യാറ്. എന്നാൽ ഇപ്പോൾ അവരുടെ പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല മഴയായിരുന്നു. പിന്നെ അവർ പാടത്ത് നിന്ന് എത്തി കുറച്ച് വൈകിയതുകൊണ്ട് അവർ സ്വല്പം ഒരു 6 മണിയോട് കൂടിയാണ് അവരുടെ കർമ്മങ്ങളൊക്കെ 6 മണി കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്. അവിടുത്തെ ഇടവക്കാർ 2 പേരുടെ മരണാവശ്യത്തിന് ആണ്ടിന് കുർബാന ചെല്ലാനും, പിന്നെ അവരുടെ ആ പള്ളി തുടങ്ങിയിട്ട് ജാലേശ്വർ എന്ന് പറഞ്ഞ ഇടവകയായിട്ട് ഒരു 50 വർഷമായി. ആ 50 വർഷമായ ആ പള്ളിയുടെ ഇടവകയുടെ ജൂബിലിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ, എന്ന് പറഞ്ഞാൽ അവിടെ പുതിയതൊന്നുമല്ല, പഴയ ഒരു സ്ഥലമാണ്. അവിടുത്തെ ജൂബിലിയെക്കുറിച്ച് ചർച്ച ചെയ്യാനും, പിന്നെ അവരുടെ ആചാരം അനുസരിച്ചുള്ള കുർബാനയും മറ്റു കർമ്മങ്ങളും സാധാരണ നിലയിൽ അവർ പറഞ്ഞത് എന്നോട് ഇങ്ങനെയാണ്. ഇന്ന് രാവിലെ ഞാൻ ബിഷപ്പായിട്ട് സംസാരിച്ചു, ഇന്നലെ ജോർജ് അച്ഛനായിട്ട് സംസാരിച്ചു. അവർ പറയുന്നതനുസരിച്ച് അവിടുത്തെ ആചാരം അനുസരിച്ച് പള്ളിയിൽ പ്രാർത്ഥനയും കുർബാനയുണ്ട്, പിന്നെ കുറച്ച് അവരുടെ കൾച്ചറുകളുണ്ട്, പിന്നെ അവർ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ വരാൻ വൈകിയതുകൊണ്ട് അവരുടെ ആഘോഷം കുറച്ച് വൈകി. 9 മണിയായപ്പോൾ അവരെല്ലാവരും പിരിഞ്ഞു. രാത്രി 9 മണിക്ക്, 6-ാം തീയതി രാത്രി 9 മണിക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം ഈ കാറ്റഗിസ്റ്റ് പോയപ്പോൾ ഏകദേശം കുറച്ച് 5-10 കിലോമീറ്റർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാടിനടുത്ത് തന്നെ കുറച്ച് പേര്, തീവ്രവാദ ഗ്രൂപ്പ് എന്ന് പറയാം, അവർ വന്ന് ഇയാളെ തടഞ്ഞു നിർത്തി. ഇയാൾ വണ്ടിയിൽ നിറക്കി, വണ്ടിയുടെ കാറ്റ് അറ്റഴിച്ചു വിട്ടു. അവർ കുറച്ചൊക്കെ അസഭ്യങ്ങൾ പറഞ്ഞു, പിടിച്ചു വലിച്ചു, ഷർട്ടൊക്കെ കീറി കുറേതായിട്ട് ആക്രമിച്ചു. അയാളുടെ മൊബൈൽ വാങ്ങിച്ചു വെച്ചു. അപ്പോൾ മതപരിവർത്തനമാണ് പറഞ്ഞു. നിങ്ങൾ മതപരിവർത്തനം വന്നതല്ലേ, കാറ്റഗിസ്റ്റ് അവിടുത്തുകാരൻ തന്നെയാണ്. പിന്നെ ഒത്തിരി ആരോപണങ്ങൾ ഉണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ ഈ 2 മലയാളി അച്ഛന്മാരും ഈ ലിജോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വികാരി, അടുത്ത പള്ളിയിലത്തെ വികാരിയാണ് തൃശ്ശൂർക്കാരനായ ജോജോ, പിന്നെ 2 സിസ്റ്റേഴ്സും കൂടിയുള്ള അവരുടെ വണ്ടി വന്നു. അതും തടഞ്ഞു നിർത്തി കഴിഞ്ഞപ്പോൾ ഇവരെ വണ്ടിയിൽ നിന്ന് പുറത്തിറക്കി. പിന്നെ ഇങ്ങനെയാണ് നിങ്ങൾ മതപരിവർത്തനത്തിന് വന്നത് എന്നൊക്കെ പറഞ്ഞു. കുറച്ചേരം ആക്രോശങ്ങളുണ്ടായി. ഈ ഫിസിക്കലായിട്ട് ചോദിച്ചപ്പോൾ അറ്റാക്ക് ചെയ്തു എന്ന് വെച്ചാൽ ഫിസിക്കലല്ല, വെർബൽ അറ്റാക്ക്. ഇവർ വളരെ ശക്തമായ രീതിയിൽ വെർബൽ അറ്റാക്ക് ഈ അച്ഛന്മാരോടുണ്ടായി. സിസ്റ്റേഴ്സിന് അവരൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവർ സൈഡിൽ നിന്നേ ഉള്ളൂ. അങ്ങനെ വന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ കൂടി. അപ്പോൾ അവർക്ക് എന്താ ചെയ്യാന്നറിയില്ല. ഈ അച്ഛൻ്റെ മൊബൈൽ വാങ്ങി, പിന്നെ മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, അവിടുത്തെ ജൂബിലിയെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യാൻ, 50 വർഷത്തിൻ്റെ ജൂബിലിയെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യാൻ അത്രയും പഴക്കമുള്ളൊരു സ്ഥലമാണ്.